ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒരു ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. മോഹൻ ബഗാനാണ് എതിരാളികൾ. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഒരു കടുത്ത പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് വിജയം നിർബന്ധമായ ഒരു മത്സരമാണ് കാത്തിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ആരൊക്കെ ഉണ്ടാകും? അത് ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ആരാധകരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ മഷൂദ്. എക്സിലൊക്കെ ആക്റ്റീവായ ആളുകൾക്ക് അദ്ദേഹത്തെ അറിയുമായിരിക്കും. ഓരോ മത്സരത്തിന് മുന്നോടിയായി അദ്ദേഹം തൻ്റെ ഒരു പ്രഡിക്റ്റഡ് ലൈനപ്പ് പങ്കുവെക്കാറുണ്ട്. ഇന്നത്തെ ലൈനപ്പ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിലെ 11-ൽ നിന്നും അദ്ദേഹം മാറ്റങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു 11 നമുക്ക് ആദ്യം പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ മിലോസ് ഡ്രിൻസിച്ചും അതുപോലെ തന്നെ ഹോർമിഫാമും വരും. അതുപോലെ തന്നെ വിങ് ബാക്കുമാരായിക്കൊണ്ട് നവോച്ച സിംഗും സന്ദീപ് സിംഗും ആയിരിക്കും ഉണ്ടാവുക. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്ന ഡാനിഷ് ഭട്ട്, എഡ്രിയാൻ ലൂണ എന്നിവർ ഉണ്ടാകും. മുന്നേറ്റ നിരയിൽ അമാവിയ, പെപ്ര, അതുപോലെ തന്നെ കോറു സിംഗ്, അതുപോലെ തന്നെ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ജീസസ് ജിമിനസ്. ഇങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ലൈനപ്പ്. കഴിഞ്ഞ മത്സരത്തിലെ ലൈനപ്പ് ഇതായിരുന്നു. ഇനി കോമൺ ആയിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു 2 മാറ്റങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഡാനിഷ് ഫറൂഖിന് പകരം വിപിൻ മോഹനൻ വരാനുള്ള ഒരു സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അതുപോലെ തന്നെ സന്ദീപ് സിംഗിന് പകരം ഐബൻ ഡോഹ്ലിംഗ് എത്താനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വേണമെങ്കിൽ ഈ ഒരു 2 മാറ്റങ്ങൾ അവിടെ സംഭവിച്ചേക്കാം, പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അല്ലാതെ കാര്യമായ മാറ്റങ്ങൾ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നോവാ സദോയ്ക്ക് പരിക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മത്സരത്തിന്റെ ഭാഗമാവില്ല. അദ്ദേഹത്തിന്റെ പൊസിഷനിൽ അമാവിയ തന്നെയായിരിക്കും ഇറങ്ങുക. ഏതായാലും നിങ്ങളുടെ പ്രഡിക്റ്റഡ് ലൈനപ്പ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.